ഇപ്രാവശ്യത്തെ റംബൂട്ടാൻ കിട്ടിയില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു. മാളിക്കുന്നതിനപ്പോഴത്തേക്കും റംബൂട്ടാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ പരാതി തീർന്നുണ്ടോ. പിന്നെ അതേ പത്തിരിപ്പണിയിലാണ്. പത്തിരി എടുക്കാൻ വെച്ച് കഴിഞ്ഞാൽ ചേച്ചിയുടെ വീട്ടിലേക്കുള്ളതുകൊണ്ടോൾ അവിടെ സൽക്കാരമാണ്. അപ്പോൾ പത്തിരി ഇമ്മ അങ്ങോട്ട് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് ചുട്ടു കൊണ്ടേ കൊടുത്തു. പത്തിരി അവിടെ എത്തിച്ചപ്പോഴത്തേക്കും അവിടുന്ന് ബിരിയാണി പത്തിരി ചിക്കൻ കറിയും റിട്ടൺ ഇങ്ങോട്ട് വന്നിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണി ഉണ്ടോ. പിന്നെ സുനീറിട്ട മാങ്ങാച്ചാറും ഉണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ നമ്മളിതേ ചായ കുടി കഴിഞ്ഞപ്പോഴത്തേക്കും മോനുൻ്റെ റൂമിൽ നിന്ന് കയറി. അപ്പം കണ്ട കാഴ്ച കണ്ടോ, മാപ്പിളപ്പാട്ട് ആസ്വദിച്ച് ഇങ്ങനെ നടക്കണം. പിന്നെ നേരെ കോട്ടാപ്പാടത്ത് പോയി. ഞാൻ പിന്നെ മാളിക്കുന്ന് വന്നു കഴിഞ്ഞാൽ മാളിക്കുന്ന് കോട്ടാപ്പാടം അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാരം. അനുമോനെ മദ്രസിൽ നിന്ന് വിളിച്ചാൽ വേണ്ടി വന്നാണ്ടോ. നല്ല മഴ ഉണ്ടായിരുന്നു. അതും കൊണ്ട് ഞങ്ങൾ നേരെ സുന്ദരേട്ടൻ്റെ കടയിൽ പോയി. പക്ഷേ സാൻഡ്വിച്ച് കിട്ടിയില്ല ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ. പിന്നെ വീട്ടിൽ പോയപ്പോഴത്തേക്കും ഈ ഒരു പുഴുവിനെ കണ്ടു. ഇതിൻ്റെ പേരറിയാവുന്നവർ കമൻറ്റ് ചെയ്യാട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉമ്മ നേരെ ചേച്ചിയുടെ അവിടെ നിന്ന് ജിലേബി നൂൽപുട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചക്ക ഇടാൻ വേണ്ടി നിന്നു. ഞങ്ങളെ ചക്ക എന്ന് പറയുമ്പോൾ ഒരാളെ വലിപ്പമുള്ള ചക്കയുണ്ടോ. അപ്പോൾ അത് ദേ വന്ന് വീഴുന്നു. അപ്പോൾ അടിപൊളിയാണ്. നല്ല വലിപ്പമുള്ള ചുളയും നല്ല വലിയ ചക്കയായിരിക്കും. ഒരുപാട് ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും ഒരു ചക്ക ഇട്ട് കഴിഞ്ഞാൽ കേട്ടോ. ഇപ്പോൾ നമ്മൾ ചക്ക ഇട്ട് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ആവശ്യമുള്ളപ്പെടുത്ത് നമുക്ക് കൂട്ടാൻ വെക്കാം. അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പെരയ്ക്കുള്ളതും എനിക്കുള്ളതും പിന്നെ കൂട്ടാനാക്കിയതിന് ശേഷം നേരെ ചേച്ചിക്കുള്ളത് അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും മോര് വെച്ചിട്ടും ചിക്കൻ കറി വെച്ചിട്ടൊക്കെ ചക്ക കൂട്ടാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല മഴയും പിന്നെ നല്ല സാൻഡ്വിച്ചും. ആരെ സാൻഡ്വിച്ച്? സുന്ദരേട്ടൻ്റെ സാൻഡ്വിച്ച് കഴിക്കാൻ പോകണ്ടോ? ഇങ്ങോട്ട് എടുത്തോളിയും മഴ പെയ്യും നനയും. പിന്നെ ഈ അക്കൗണ്ടിൽ 60 ഉള്ളൂ. അപ്പോൾ ഒരു സാൻഡ്വിച്ചും ഓരോ ചായയും പോരെ. പിന്നെ അപ്പോൾ നമ്മൾ ഇയാൻ്റെ അടുത്ത് നിന്ന് അവിടെ ചെന്നിട്ട് ഇയാനോട് പൈസ ഇടാൻ പറയാം. ഓക്കെ. അപ്പോൾ വീണ്ടും മഴ വെച്ചോ. സെറ്റ്. ഇനി അവിടെ പോയാൽ കിട്ടുമോ ഇല്ലേത് മാത്രമാണ് സംശയം. രാവിലെ പോയിട്ടൊന്ന് കിട്ടാതെ പോകുന്നതാണ് അല്ലേ അനുവോ? രാവിലെ ഞങ്ങൾ പോയിട്ട് കിട്ടിയില്ല. അപ്പോൾ പോയേക്കാം. അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ രാവിലെ സാൻഡ്വിച്ചിന് കൊതി വന്നതുകൊണ്ട് തന്നെ മഴയൊന്നും നോക്കിയില്ല. നേരെ ചെന്ന് ഓരോ സാൻഡ്വിച്ചും കോഫിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മൂന്നാളും അവിടുന്ന് കഴിക്കാണ്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കടയിലെ ഈ ഒരു സാൻഡ്വിച്ചിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. അപ്പോൾ ഈ വഴി പോയവർ ആരെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നുള്ളത്. കഴിക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും അവിടെ കയറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തിരുവിഴാകുന്ന് പോണ റോഡാണ്ടോ. അപ്പോൾ കഴിച്ചിട്ട് അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ പാർസലും വാങ്ങി വീട്ടിൽ പോയി. പിന്നെ കഴിഞ്ഞപ്പോഴേക്കും രാത്രി ഞാനും സുനിറിയോണി കോഫി എടുക്കാൻ വേണ്ടി വീണ്ടും അവിടെ തന്നെ വന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ പോയപ്പോഴത്തേക്കും ഐസ്ക്രീം ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കപ്പ് കേക്ക് എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് രാത്രി അനുമോന് ബ്രോസ്റ്റ് കഴിക്കാനൊരു കൊതിട്ടോ. പിന്നെ മോനുമാമനെയും കൂട്ടി നേരെ ബ്രോസ്റ്റ് വാങ്ങാൻ വേണ്ടി പോയി. അതല്ലേലും അങ്ങനെയാണ്. മാളിക്കുന്ന് വന്നു കഴിഞ്ഞാൽ ഓനിക്ക് എല്ലാത്തിനും ഓരോ കൊതിയാക്കാരം. അത് ബ്രോസ്റ്റ് ആയിക്കോട്ടെ സാൻഡ്വിച്ച് ആയിക്കോട്ടെ എല്ലാം ഇവരോടും ഇങ്ങനെ പറയട്ടോ. ഓരോത് കേൾക്കുമ്പോഴത്തേക്കും വാങ്ങിക്കൊടുക്കുകയും ചെയ്യും. പിന്നെ രാവിലെ എല്ലാ സാധനങ്ങളും പാർസലാക്കി ഇമ്മനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനുമോനെ മദ്രസിലാക്കി നേരെ വീട്ടിലെത്തി നമ്മളെ ഡ്യൂട്ടി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.